بسم الله الرحمن الرحيم. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على أمة وإنا على آثارهم مقتدون. قال أولو جئتكم بأهدى مما وجدتم عليه آباءكم قالوا إنا بما أرسلتم به كافرون فانتقمنا منهم فانظر كيف كان عاقبة المكذبين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1708 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 43-ാമത്തെ അധ്യായമായ സൂറത്ത് സുഖ്റഫിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك ما أرسلنا من قبلك في قرية من نذير إلا قال مترفوها إنا وجدنا آباءنا على أمة وإنا على آثارهم مقتدون. قال أولو جئتكم بأهدى مما وجدتم عليه آباءكم قالوا إنا بما أرسلتم به كافرون فانتقمنا منهم فانظر كيف كان عاقبة المكذبين. صدق الله العلي العظيم. സൂറത്ത് സുഖ്റുഫിലെ 23 മുതൽ 25 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കം മുതൽ മക്കയിലെ ബഹുദൈവ വിശ്വാസികളും അള്ളാഹുവിന്റെ പ്രവാചകനെ സത്യപ്പെടുത്താൻ കൂട്ടാക്കാതെ ഇരിക്കുകയും ചെയ്ത ആളുകളുമാണ് അഭിസംബോധന ചെയ്യപ്പെടുന്നത്. അവരുടെ വിശ്വാസപരമായ അബദ്ധങ്ങൾ, അതിലടങ്ങിയിട്ടുള്ള യുക്തിരഹിതമായ കാര്യങ്ങളെ തുറന്നു കാണിക്കുകയും അത് ഒരു പൊളിച്ചെഴുത്തിന് വിധേയമാക്കുകയൊക്കെ ചെയ്യുകയാണ് ഈ സൂറത്തിൽ നമ്മൾ പഠന വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ആയത്തുകളിൽ. കഴിഞ്ഞ ദിവസം നമ്മൾ പഠന വിധേയമാക്കിയ 19 മുതൽ 22 വരെയുള്ള ആയത്തുകളുടെ ആ പ്രതിപാദ്യത്തിന്റെ തുടർച്ച തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച 23 മുതൽ 25 വരെയുള്ള ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത്. വിഷയം മലക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. മലക്കുകളെ അവര് അള്ളാഹുവിന്റെ പുത്രിമാരാണ്, അവര് ദേവതകളാണ് എന്നൊക്കെയാണ് സങ്കല്പിച്ചിരുന്നത്. അങ്ങനെ ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ളവരാണ് എന്ന ഒരു ധാരണയിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം മുൻനിർത്തിക്കൊണ്ട് അവര് ദേവതകളോട്, ഈ മലക്കുകളെ ദേവതകൾ എന്ന നിലക്ക് അവരോട് പ്രാർത്ഥിക്കുകയും സഹായം തേടുകയൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണ് മക്കയിലെ മുശ്രിക്കുകൾ പിന്തുടർന്നിരുന്നത്. അത് യുക്തിപരമായും അവരുടെ കയ്യിലുള്ള പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലും വളരെ അബദ്ധജടിലമായ ഒരു കാര്യമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്.
അവരിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന പൂർവിക പ്രവാചകന്മാരൊന്നും തന്നെ ഈ കാര്യത്തിന് പിൻബലമാകുന്ന വിധത്തിലുള്ള യാതൊരു ദൈവിക വെളിപ്പാടും അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയുണ്ടായിട്ടില്ല. അവരുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ ഒന്നും തന്നെ മലക്കുകളെ ദിവ്യത്വമുള്ളവരായി കാണുന്നതിന് പിൻബലമായി കൊണ്ടോ അവരെ അള്ളാഹുവിന്റെ പുത്രിമാരായിട്ട് പരിഗണിക്കുന്നതിന് വേണ്ട തെളിവുകളുള്ളതായിട്ടോ ഒന്നും കാണാൻ സാധ്യമല്ല എന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുകയുണ്ടായത്. അത് അവരുടെ അടിസ്ഥാനരഹിതമായ ഊഹവും സങ്കല്പവും ഒക്കെ മാത്രമാണ്. കാരുണ്യവാനായ റബ്ബ് അവതരിപ്പിച്ച ദൈവിക മാർഗദർശനത്തില് അതൊന്നും അടങ്ങിയിട്ടില്ല. അവരോട് അള്ളാഹു ചോദിക്കുകയുണ്ടായത് അമ്മാതൈനാഹും കിതാബം മിൻ ഖബ്ലിഹി, നിങ്ങൾക്ക് വല്ല ദൈവിക ഗ്രന്ഥവും നേരത്തെ നൽകപ്പെടുകയുണ്ടായോ? ഫഹും ബിഹി മുസ്തംസിക്കൂൻ, അവരെങ്ങനെ അത് മുറുകെ പിടിച്ച് അത് പിൻപറ്റുന്നവരാണ് എന്ന നിലക്കൊള്ളുവാൻ പറ്റുന്ന എന്ന് പറഞ്ഞാൽ ഈ മലക്കുകളെ ദിവ്യത്വമുള്ളവരായി പരിഗണിക്കാൻ, അവരെ അള്ളാഹുവിന്റെ പുത്രിമാരായി പരിഗണിക്കാനൊക്കെ അവർക്ക് പ്രേരണയാവുന്ന വിധത്തിലുള്ള വല്ലതും ദൈവികമായി അവർക്ക് അവതരിപ്പിക്കപ്പെടുകയുണ്ടായിട്ടുണ്ടോ എന്നതാണ് ഉന്നയിക്കപ്പെട്ട ചോദ്യം. ആ ചോദ്യത്തിന് അവർ നൽകുന്ന മറുപടി ഇത് പ്രവാചകന്മാർ മുഖേന ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു ന്യായവാദമാണ്. അതിനുള്ള മറുപടിയായിട്ട് ഈ സമൂഹം പറയുകയുണ്ടായത് ഇന്ന വജദിന ആബഅന അല ഉമ്മ, ഇങ്ങനെ ഒരു ജീവിത സരണി, ഒരു നടപടിക്രമം അല്ലെങ്കിൽ ഒരു ആചാരം പിന്തുടരുന്നവരായിട്ടാണ് ഞങ്ങളുടെ പൂർവികരെ കാണുകയുണ്ടായത്. വഇന്ന അല ആസാരിഹിം മുഹ്തദൂൻ, അതേ വഴിക്ക് പൂർവികർ ചരിച്ച അതേ മാർഗത്തില് വഴി തെറ്റാതെ ഞങ്ങള് മുന്നോട്ട് പോവുകയാണ് എന്നാണ് അവര് മറുപടി പറയുകയുണ്ടായത്. പൂർവികരുടെ വഴി, അവരുടെ ജീവിത സരണി, അവര് പിന്തുടർന്നു വരുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ അതിലൊന്നും ഒരു വീഴ്ചയും വരുത്താതെ കരുതലോടെ ശ്രദ്ധയോടെ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നാണ് ഈ സമൂഹം പ്രതികരണമായിട്ട് പറയുകയുണ്ടായത്. യഥാർത്ഥത്തിൽ അവരുടെ പൂർവികർ തന്നെ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിയതാണ് എന്ന കാര്യം ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ കൂട്ടാക്കാതെ അവര് പൂർവികരിൽ നിന്ന് ഏറ്റുവാങ്ങി വഴിതെറ്റാതെ കൈമോശം വരാതെ അടക്കിപ്പിടിച്ച് കൊണ്ട് നടക്കുന്ന ഈ കാര്യം അത് എത്രത്തോളം അവരെ അന്ധരാക്കിയിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്ത മൂഢന്മാരാക്കി മാറ്റിയിട്ടുണ്ട് എന്നത് അള്ളാഹു ഇവിടെ വെളിപ്പെടുത്തുകയാണ്. എന്നിട്ട് ഇത് ഇവരുടെ മാത്രം കാര്യമല്ല, പല സമൂഹങ്ങളും ഇതേ അന്ധതയും അതുപോലെ മൂഢതയും ചിന്താശൂന്യതയും ഒക്കെ തന്നെയാണ് പിന്നിട്ട കാലങ്ങളിൽ പ്രകടിപ്പിക്കുകയുണ്ടായത് എന്നുകൂടി വ്യക്തമാക്കുകയാണ് ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആയത്തുകളിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആയത്തുകളുടെ തുടർച്ചയാണത്. ആശയപരമായിട്ടും അതുപോലെ ഘടനാപരമായിട്ടും ഒക്കെ അതിന്റെ തുടർച്ചയാണ്. വകദാലിക മാ അർസൽനാ മിൻ ഖബ്ലിക മിൻ ഖറിയത്തിൻ മിൻ നദീരിൻ, നമ്മൾ ഇന്ന് വായിച്ച ആയത്തുകൾ തുടങ്ങുന്നത് അവിടുന്നാണ്. വകദാലിക, ഇതേ പ്രകാരം, മാ അർസൽനാ മിൻ ഖബ്ലിക ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ, താങ്കൾക്ക് മുമ്പ് ഒരു നാട്ടിലേക്കും ഒരു താക്കീതുകാരനെയും നാം നിയോഗിക്കുകയുണ്ടായിട്ടില്ല. ഇല്ലാ ഖാല മുത്രഫൂഹ, ആ നാടുകളിലെ വരണ്യവർഗം, അവരിലെ സുഖലോലുപരും ഐശ്വര്യങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമ്പന്നരുമായ ആളുകൾ, അവിടുത്തെ സമ്പന്ന വർഗം ഇങ്ങനെ പ്രതികരിക്കുകയുണ്ടായിട്ടല്ലാതെ, എന്ന് പറഞ്ഞാൽ നാം ദൂതന്മാരെ നേരത്തെ താങ്കൾക്ക് മുമ്പ് നിയോഗിച്ചയച്ചിട്ടുണ്ടായിരുന്ന ധാരാളം നാടുകളുണ്ട്. അത്തരം നാടുകളിൽ നമ്മുടെ ദൂതന്മാർ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ആ നാട്ടുകാരെ ക്ഷണിച്ചുകൊണ്ടിരുന്നപ്പോ
അവരെ യുക്തിരാഹിത്യത്തിനോടും ബുദ്ധിരാഹിത്യത്തിനോടും വിട പറഞ്ഞ് യുക്തിയും ബുദ്ധിയും അനുസരിച്ച് ഉൾക്കൊള്ളാവുന്ന വിധത്തിലുള്ള ദൈവിക മാർഗദർശനം സ്വീകരിക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടപ്പോ അവരുടെ മറുപടി ഇതായിരുന്നു. അവരൊക്കെയും തന്നെ അവിടുത്തെ മുത്രഫുകള്, അവിടുത്തെ സുഖലോലുപരായ വരേണ്യവർഗം, സമ്പന്നവർഗം. മുത്രഫ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ആശയമാണ് അത് നൽകുന്നത്. അത് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്നവര്, വലിയ ഐശ്വര്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിച്ചിട്ടുള്ള ആളുകളൊക്കെയാണ് ഈ മുത്രഫുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. അപ്പോ മുത്രഫുകളായ ആ നാടുകളിലെ ആളുകള് പ്രതികരിച്ചത് ഇങ്ങനെയാണ്. എപ്പോഴും അങ്ങനെയാണ്. മുത്രഫുകളാണ് അവിടുത്തെ വോയിസ് നിർണയിക്കുന്നുണ്ടാവുക. ആ നാടിന്റെ ശബ്ദം എന്ന നിലക്ക് മുഴങ്ങി കേൾക്കുക, ഉച്ചത്തില് കേൾക്കാവുന്ന ഒരു ശബ്ദമായിട്ടുണ്ടാവുക, അവിടുത്തെ പ്രമാണിമാരായി, വരേണ്യവർഗമായി, സമ്പന്നരായി ഒക്കെ അറിയപ്പെടുന്ന ആളുകളായിരിക്കും. യഥാർത്ഥത്തിൽ വേറെയും ധാരാളം ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകും. എങ്കിൽ പോലും ആ നാടിന്റെ ശബ്ദമായിട്ട് ഒരു മുഴപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ മുഴങ്ങി കേൾക്കുന്ന വിധത്തില് അവിടെ അനുഭവപ്പെടുന്നത് അവിടുത്തെ വരേണ്യവർഗത്തിന്റെ ശബ്ദമാണ്. ഏത് നാട്ടിലും അങ്ങനെയാണ് ഉണ്ടാവുക. അവിടുത്തെ ശക്തന്മാരും കരുത്തന്മാരും സമ്പന്നരും ഒക്കെയായ ആളുകളുടെ അഭിപ്രായമാണ് നാടിന്റെ അഭിപ്രായമായിട്ട് അങ്ങനെ അംഗീകരിക്കപ്പെടുന്നുണ്ടാവുക. അപ്പോ നാട്ടിലെ മുത്തറഫുകളായ ആളുകള് ഈ താക്കീതുകാരായ പ്രവാചകന്മാരോട് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ഇന്ന വജദിന ആബഅന അല ഉമ്മ. ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരെ കാണുകയുണ്ടായത് ഇങ്ങനെ ഒരു ആചാരവും ജീവിത സരണിയും പിൻപറ്റുന്നവരായിക്കൊണ്ടാണ്. വ ഇന്ന അല ആസാരിക്കും മുഖ്തദൂൻ. ഞങ്ങള് അവരുടെ തുടർച്ചയായിട്ട് അങ്ങ് അതിന്റെ പുറകെ പോകുന്നു എന്നേ ഉള്ളൂ. ഞങ്ങൾ അതിനെ പിൻപറ്റുന്ന ആളുകളായിട്ട് അത് നഷ്ടപ്പെടുത്താതെ ആചാരങ്ങളുടെയും കീഴ്വഴക്കങ്ങളുടെയും ഒക്കെ ആ സാങ്ക്ടിറ്റി ഒക്കെ അംഗീകരിച്ചുകൊണ്ട് അതിന്റെ പവിത്രത നഷ്ടപ്പെടുത്താതെ ഞങ്ങളത് ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്നു എന്നതാണ് സത്യം. ഇതാണ് നാട്ടിലെ പ്രമുഖരായ സമ്പന്നരായ സുഖലോലുപരായ ആളുകള് ദൈവിക ദൂതന്മാർക്ക് നൽകിയ മറുപടി. ഇത് മക്കയിൽ മാത്രമല്ല, ചരിത്രത്തിൽ പിന്നിട്ട എല്ലാ കാലങ്ങളിലും അള്ളാഹു ദൂതന്മാരെ നിയോഗിച്ചയച്ച എല്ലാ സമൂഹങ്ങളിലെയും മുത്തറഫുകളായ ആളുകൾ യുക്തിയുടെയും ബുദ്ധിയുടെയും അതുപോലെ ദൈവിക മാർഗദർശനത്തിന്റെയും പാതയിലേക്ക് വരാൻ വേണ്ടി ആളുകളോട് ആവശ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ നൽകിയ പ്രതികരണം എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്. അവര് പറഞ്ഞത് ഇക്കാര്യമാണ്. അവിടുത്തെ മുത്രഫുകളാണ് അത് പറയുന്നത്. പറഞ്ഞ കാര്യം ഇന്ന വജദിന അബഅന അല ഉമ്മത്തി. ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ, ഞങ്ങളുടെ പൂർവികരെ ഞങ്ങൾ കണ്ടത് ഇങ്ങനെ ഒരു ഉമ്മത്തിനെ, ഇങ്ങനെ ഒരു ജീവിത സരണിയെ അല്ലെങ്കിൽ ജീവിത പന്താവിനെ, ഇങ്ങനെ ഒരു ആചാരം സമ്പ്രദായം ഇതൊക്കെ പിന്തുടരുന്നവരായിട്ടാണ് ഞങ്ങൾ അവരെ കണ്ടത്. അതുകൊണ്ട് അതാണ് ശരി, ഞങ്ങൾ അത് യാതൊരു വീഴ്ചയും വരുത്താതെ പിന്തുടരുകയാണ് എന്നാണ് അവര് ദൂതന്മാരോട് പറഞ്ഞത്. ഇതേ മറുപടിയാണ് മക്കയിലെ മുത്തറഫുകളായ ഖുറൈശി നേതാക്കന്മാരും പ്രമാണിമാരും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ അത് അവരുടെ നിലപാടും സംസാരവും ഒന്നും തന്നെ ചരിത്രത്തിൽ അപൂർവമായ ഒരു സംഗതിയല്ല. മിക്കവാറും സന്മാർഗികളാകാൻ ഉദ്ദേശിക്കാതിരുന്ന പിന്നിട്ട കാലങ്ങളിലെ എല്ലാ സമൂഹങ്ങളും തങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടു വന്നിരുന്ന ദൂതന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഇല്ലാ കാലം മുത്രഫൂഹ. അവരൊക്കെയും തന്നെ അവിടുത്തെ മുത്രഫുകള് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ഇന്ന വജദിന ആബഅന അല ഉമ്മ. ഞങ്ങളുടെ പ്രപിതാക്കന്മാരെ, ഞങ്ങളുടെ പൂർവികരെ ഞങ്ങള് ഈ ഉമ്മത്തിന് അല്ലെങ്കിൽ ഈ ജീവിത സരണിയെ,
ഈ സമ്പ്രദായത്തെയും ആചാരത്തെയും ഒക്കെ പിൻപറ്റുന്നവരായിട്ടാണ് ഞങ്ങൾ കാണുകയുണ്ടായത്. ഈ ഒരു രീതി പിന്തുടരുന്നവരായി. ഇന്ന ആല ആസാരിക്കും, അവർക്ക് പുറകിലായി അവരുടെ കാലശേഷമായിട്ട് ഞങ്ങൾ എന്താ ചെയ്യുന്നത്? മുഖ്തദൂൻ, ഞങ്ങൾ അതേ സംഗതിയെ അനുകരിച്ചുകൊണ്ട് അതേ സംഗതി പിൻപറ്റിക്കൊണ്ട് പോവുകയാണ്. ഇഖ്തദ എന്നാണ് മുഖ്തദൂൻ എന്നതിന്റെ റൂട്ട് വേർഡ്, അതിന്റെ അസ്ൽ അതാണ്. ഇഖ്തദ എന്ന് പറഞ്ഞാൽ ചാണന് ചാണായും മുഴത്തിനും മുഴമായും മറ്റൊരാൾ ചെയ്യുന്ന അതേ രീതിയിൽ ചെയ്തു പോകുന്നതിനാണ് അത് പറയുക. അനുകരിക്കുക എന്നൊരർത്ഥം ഇതിന് അടങ്ങിയിട്ടുണ്ട്. അതേ വിധത്തില് മാതൃക അനുസരിച്ച് പിന്തുടർന്നു പോവുക എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഇന്ന വജദിന ആബാഅന അലാ ഉമ്മത്തിൻ, ഞങ്ങൾ ഇങ്ങനെ ഒരു പൈതൃകം, ഒരു ട്രഡീഷൻ പിന്തുടരുന്നവരായിട്ടാണ് ഞങ്ങളുടെ പൂർവികരെ കാണുകയുണ്ടായത്. ഞങ്ങളും അവരുടെ ശേഷം അവരുടെ പിന്മുറക്കാരെന്ന നിലക്ക് അത് പിന്തുടർന്ന് വരികയാണ് എന്നാണ്. ഈ പൂർവിക സമൂഹങ്ങളിലെ ഒക്കെ സമ്പന്നരും വരണ്യരുമായിരുന്ന, അവിടുത്തെ വലിയ സ്വാധീനമുണ്ടായിരുന്ന ആളുകൾ അവരിലേക്ക് ദൈവിക ദൗത്യം നിർവഹിക്കുന്നതിനായിട്ട് വന്നു ചേർന്നിരുന്ന പ്രവാചകന്മാരോട് പറയുകയുണ്ടായി. അപ്പോൾ സമൂഹത്തിന്റെ നിലനിൽക്കുന്ന പാരമ്പര്യത്തെ, ആചാരത്തെ, സമ്പ്രദായത്തെ അതേപടി കണ്ണു ചിമ്മി പിന്തുടരുക എന്ന ഒരു രീതിയാണ് ഒട്ടുമിക്ക സമൂഹങ്ങളും പിന്തുടർന്നിരുന്നത് എന്നർത്ഥം. പക്ഷെ അവരൊരു ബുദ്ധിപരമായ പരിശോധനയ്ക്ക് അതിനെ വിധേയമാക്കുന്നേ ഇല്ല എന്നതാണ് സത്യം. പൂർവികർ മുഖേന അവർക്ക് കരഗതമായിരുന്ന, അവർ പിന്തുടർന്നു വരുന്ന ആചാരങ്ങളും രീതികളും സമ്പ്രദായങ്ങളും ജീവിത മാർഗദർശനവും ഒക്കെ ശരിയാണോ അതല്ല അത് അബദ്ധജടിലമാണോ എന്നത് പരിശോധിക്കാൻ അവർ കൂട്ടാക്കുന്നില്ല എന്നതാണ് സത്യം. ഈ ഒരു നിലപാട് പലപ്പോഴും സമൂഹങ്ങളില്, കുടുംബങ്ങളില് ഒക്കെ വല്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്ന, ആഘോഷിക്കപ്പെടുന്ന ഒരു സംഗതിയാണ് എന്ന് കാണാൻ കഴിയും. മിക്കവാറും എല്ലാ കാലഘട്ടങ്ങളിലെയും സമൂഹങ്ങള് ഈ പാരമ്പര്യങ്ങളുടെയും ആചാരങ്ങളുടെയും കണ്ണടച്ച് പിന്തുടരുന്ന ഒരു രീതി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് പൊതുവെ കാണപ്പെടാറുള്ളത്. അത് ശരിയാണോ അല്ലേ എന്നത് പരിശോധിക്കാൻ മുതിരുന്നില്ല എന്നതാണ് വളരെ വിചിത്രമായൊരു കാര്യം. എന്തുമാത്രം അബദ്ധ ജടിലമാണ് ഈ നിലപാട് എന്നത് മനസ്സിലാക്കാൻ നമ്മുടെ ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. പല ജനവിഭാഗങ്ങളും വ്യത്യസ്തമായ പല ആചാരങ്ങളുടെ ആളുകളാണ്. ചിലര് വിഗ്രഹാരാധന പൂർവികരിൽ നിന്നായി ഏറ്റുവാങ്ങി അത് പിന്തുടർന്നുകൊണ്ട് അങ്ങനെ പോകുന്നു. വേറെ ചിലര് ത്രിയേകത്വത്തിന്റെ ആളുകളായി നിലകൊള്ളുന്നു. അപൂർവം ഏകദൈവത്വത്തിൽ വിശ്വാസമുള്ള ആളുകളും അവർക്കിടയിലൊക്കെ ഉണ്ട്. അതുപോലെ വിഗ്രഹാരാധനയുടെ ആളുകളുണ്ട്. ഇനി രാഷ്ട്രീയത്തിലാണെങ്കിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളുടെ ആളുകളായിട്ട് അങ്ങനെ. അപ്പൊ ഇവരുടെ മക്കളും പിന്മുറക്കാരും അവരുടെ മാതാപിതാക്കളെയും പൂർവികരെയും ഏത് സരണിയിലാണോ കണ്ടത് അതേ സരണി കണ്ണ് ചിമ്മി അങ്ങനെ പിന്തുടരുകയാണ് വേണ്ടത് എങ്കിൽ ഇവിടെ ഒരേ സമയത്ത് ഒരേ വിഷയത്തിൽ പല സത്യങ്ങളുണ്ടാകുമെന്ന് വരില്ല. നമ്മളിപ്പോ രാഷ്ട്രീയം എടുത്താൽ തർക്കം ഒഴിവാക്കാൻ എളുപ്പമുള്ള ഒരു രംഗം അതാണ്. രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ നിലപാടുകളോ അല്ലെങ്കിൽ വീക്ഷണങ്ങളോ വെച്ച് പുലർത്തുന്ന വിഭാഗങ്ങളുണ്ട്. ഈ വിഭാഗങ്ങളൊക്കെയും തന്നെ ഒരേപോലെ സത്യമാകും, ഒരേപോലെ ശരി ആണ് ഉദ്ഘോഷിക്കുന്നത് എന്ന് പറയാൻ കഴിയും. അവരുടെ പിന്മുറക്കാര് അവരുടെ പൂർവികരെ കണ്ട അതേ സരണിയിലാണ് പിന്തുടരുന്നതെങ്കിൽ, പൂർവികര് സത്യമാർഗത്തിലായിരുന്നെങ്കിൽ പിൻഗാമികൾക്കും സത്യമാർഗത്തിലൂടെ ചരിക്കാൻ കഴിയും എന്നൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പൂർവികര് പിന്തുടർന്നിരുന്നത് തെറ്റായ ജീവിത സരണിയാണെങ്കിലോ അതും കണ്ണടച്ചങ്ങനെ പിന്തുടർന്ന് പോവുകയാണെങ്കിൽ അവർക്ക് ഏതെങ്കിലും കാലത്ത് ജീവിതമോക്ഷം സാധ്യമാണോ? ഇതാണ് ചോദ്യം. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹങ്ങൾക്കൊക്കെയും തന്നെ കണ്ണും കാതും
അതുപോലെയുള്ള കാര്യങ്ങളെ തിരിച്ചറിയാൻ കഴിയുന്ന സംവിധാനങ്ങളൊക്കെയും തന്നെ നൽകിയിട്ടുള്ളത് സ്വന്തമായിട്ട് സത്യം തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയല്ല എന്ന് മനസ്സിലാക്കേണ്ടി വരും. എങ്ങനെയാണോ പൂർവികരെ കണ്ടത് അതേ വിധത്തിൽ അങ്ങനെ കണ്ണു ചിമ്മി ആ ദിശയിൽ തന്നെ നീങ്ങിയാൽ മതി എന്നതാണ് ശരിയെങ്കിൽ ഒരേ സമയത്ത് ഒരുപാട് ശരികൾ ഉണ്ടാവേണ്ടി വരും. അതൊക്കെയും ഓരോരുത്തർക്കും വിലപ്പെട്ടതായ സത്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടി വരും. അപ്പോ പരമമായ ഒരു യാഥാർത്ഥ്യം ഇല്ല എന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയും വരും. അതൊക്കെ തന്നെ ബുദ്ധിയും യുക്തിയും പ്രയോജനപ്പെടുത്തുന്ന ആളുകൾക്കാണ് അങ്ങനെയുള്ള ആലോചന പോലും ഉണ്ടാവുക. മറ്റുള്ളവര് അങ്ങനെയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്ന പോലും ഉണ്ടാവില്ല. പൂർവികരെ കണ്ണടച്ച് പിൻപറ്റുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന ഒരു മൂഢധാരണയിലാണ് ആളുകൾ കഴിഞ്ഞുകൂടുക. ഇതേ സ്വഭാവം മുസ്ലിങ്ങളായിട്ട് അറിയപ്പെടുന്നവരുടെ ഇടയിലും ഉണ്ട് എന്നത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. കാര്യങ്ങളെ അള്ളാഹു നൽകിയ യുക്തിയുടെയും ബുദ്ധിയുടെയും ടൂൾസ് ഉപയോഗിച്ച് മാറ്റുരച്ച് നോക്കിയിട്ട് സത്യം പിന്തുടരുക എന്നതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർദ്ദേശിക്കുന്ന കാര്യം. അത് ചെയ്യാതെ തങ്ങൾ പൂർവികരെ കണ്ണടച്ച് പിന്തുടർന്നു പോരുകയാണ് എന്ന ഒരു നിലപാട് സ്വീകരിക്കുന്നത് അള്ളാഹുവിന്റെ ആയാത്തുകളെ അവഹേളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നതിന് തുല്യമാണ്. അള്ളാഹുവിന്റെ പരശതം അല്ലെങ്കിൽ അസംഖ്യം ആയാത്തുകളുടെ കൂട്ടത്തിൽ ഒരെണ്ണം പോലും യാതൊരു ആലോചനയും ചിന്തയും ഇല്ലാത്ത വിധത്തില് അങ്ങ് വിഴുങ്ങേണ്ടതായിട്ട് ഏറ്റുവാങ്ങേണ്ടതായിട്ടുള്ളതായി ഒന്നും കാണാൻ കഴിയില്ല. അള്ളാഹുവിന്റെ ആയാത്തുകൾ ഏത് കാറ്റഗറിയിൽ പെടുന്നതാണെങ്കിൽ പോലും അതൊക്കെയും തന്നെ തദബ്ബുറു ചെയ്ത് ഉൾക്കൊള്ളാൻ വേണ്ടിയുള്ളതാണ് എന്നതാണ് ഖുർആൻ നമ്മളോട് പറയുന്ന കാര്യം. നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ചിന്തിക്കുന്നില്ലേ, നിങ്ങൾക്ക് ബുദ്ധി പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ലേ എന്നൊക്കെ ഖുർആൻ നിരന്തരം ചോദിക്കുന്ന കാണാം. നിങ്ങൾ അഫലാ തഅഖിലൂൻ, അഫലാ യഅഖിലൂൻ, അഫലാ യതദബ്ബറൂൻ, അഫലാ തതദബ്ബറൂൻ തുടങ്ങിയിട്ടുള്ള പ്രയോഗങ്ങൾ ഖുർആനിൽ ആവർത്തിച്ച് നമുക്ക് കാണാൻ കഴിയും. ദൈവിക ദൃഷ്ടാന്തങ്ങൾ ഒന്നും തന്നെ കണ്ണടച്ച് സ്വീകരിക്കാനുള്ളതല്ല. കണ്ണ് തുറന്ന് കാര്യങ്ങളെ വിവേചിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ളതാണ്. അങ്ങനെ ഒരു യുക്തിബോധത്തിന്റെയും ചിന്താപരമായ സത്യസന്ധതയുടെയും അടിസ്ഥാനത്തിലാണ് സത്യം സ്വീകരിക്കപ്പെടേണ്ടത് എന്നതാണ് അള്ളാഹു പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ മനുഷ്യര് പലപ്പോഴും അത് ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ കാര്യം മാത്രമല്ല, മിക്കപ്പോഴും മനുഷ്യ സമൂഹം ഇത്തരം പൂർവികരെ കണ്ണു ചിമ്മി പിൻപറ്റുന്ന അനുകരിക്കുന്ന സ്വഭാവക്കാരായിട്ടാണ്. ചിലപ്പോഴൊക്കെ അതുകൊണ്ട് ഗുണമുണ്ടാവും. പൂർവികർ ഏറ്റവും നല്ല വഴിക്കാണ് സഞ്ചരിച്ചിരുന്നതെങ്കിൽ പിൻഗാമികൾക്ക് അതിന്റെ ഗുണം ഉണ്ടാവും എന്നത് ഒഴിച്ചു നിർത്തിയാൽ മിക്കപ്പോഴും പൂർവികരെ കണ്ണടച്ച് പിന്തുടരുക എന്നത് അവരെ വലിയ അബദ്ധത്തിൽ ചെന്ന് ചാടിക്കും എന്നതാണ് ഫലം ഉണ്ടാവുക. മാത്രമല്ല, സത്യം പിന്തുടരുന്നവര് ആണെങ്കിൽ പോലും അതിന്റെ പ്രകാശം ഉൾക്കൊള്ളാതെയാണ്, അതിന്റെ ആഴം മനസ്സിലാക്കാതെയാണ് ഈ കണ്ണടച്ച് പിന്തുടരുന്ന ആളുകൾ അത് ഏറ്റുവാങ്ങുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടാവുക. സത്യം തന്നെ, അതിന്റെ ദൈവിക മാർഗദർശനം തന്നെ അതിന്റെ ശോഭ ഉൾക്കൊള്ളാതെ, ശോഭ മനസ്സിലാക്കാതെ ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരായിട്ടും പലരെയും കാണാൻ പറ്റും. അവരും ഒരുതരം അന്ധതയിലാണ്. അവരും ഒരുതരം കണ്ണടച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പക്ഷെ പഠിപ്പിക്കുന്നത് അതല്ല. അള്ളാഹുവിന്റെ ആയാത്തുകളാണെങ്കിൽ പോലും അതില് അന്ധതയുടെയും ബധിരതയുടെയും സമീപനം സ്വീകരിക്കരുത് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വിശ്വാസികൾ അങ്ങനെ അന്ധതയും ബധിരതയും ഉള്ളവരായിക്കൊണ്ടല്ല അള്ളാഹുവിന്റെ ആയാത്തുകളെ സമീപിക്കുക എന്ന കാര്യം ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോ പറഞ്ഞു വന്നത്, പൂർവിക സമൂഹം ഏത് കാരണത്താലാണോ വഴികേടിലായിട്ടുള്ളത്, സമാനമായ കാരണത്താൽ തന്നെയാണ് മക്കയിലെ ഖുറൈശി സമൂഹം വഴിപിഴച്ചു പോയിരിക്കുന്നത് എന്നതാണ്. അള്ളാഹു മിക്ക സമൂഹങ്ങളിലേക്കും ദൂതന്മാരെ താക്കീതുകാരായി നിയോഗിച്ചപ്പോ
അവിടെയുള്ള പ്രമാണിമാരും വരണ്യരും സുഖലോലുപരുമായ ആളുകൾ, അവിടുത്തെ മുത്രഫുകൾ പറയുകയുണ്ടായത് ഇങ്ങനെയാണ്: ഇന്ന വജദ്ന അബാഅന അല ഉമ്മ, ഞങ്ങൾ ഞങ്ങളുടെ പൂർവികരെ ഇങ്ങനെ ഒരു സരണി, ഇങ്ങനെ ഒരു ആചാരം, സമ്പ്രദായം, ട്രഡീഷൻ, ലെഗസി ഒക്കെ കൊണ്ടു നടക്കുന്നവരായിട്ടാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. ഞങ്ങളും വ ഇന്ന അല ആസാരിഹിം മുഖ്തദൂൻ, അവരുടെ പുറകെയായി ഞങ്ങളും അതേ മാർഗം തന്നെ പിൻപറ്റുകയാണ്, പിന്തുടർന്നു പോവുകയാണ്. ഇതാണ് അവരെപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. മറിച്ച് ഞങ്ങൾ ഇത് ആലോചിച്ചു, ഇതിനെക്കുറിച്ച് യുക്തിപരമായി മാറ്റുരച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു, ഞങ്ങൾക്ക് സത്യമായിട്ട് ബോധ്യപ്പെട്ടത് ഇന്നതാണ് എന്ന് പറയാൻ ഇവരാരും കൂട്ടാക്കിയിട്ടില്ല. അങ്ങനെ പറയാൻ സന്നദ്ധത കാണിച്ച ഒരേ ഒരു കൂട്ടര് ചരിത്രത്തില് പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിനോട് സത്യസന്ധമായി പ്രതികരിച്ചവര് മാത്രമാണ്. വേറെയുള്ളവരൊന്നും തന്നെ ഹക്ക് ഇതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് ഞാൻ അത് പിന്തുടരുന്നു എന്ന് പറയാൻ കൂട്ടാക്കിയിട്ടില്ല. മറിച്ച് ഞങ്ങളുടെ പ്രപിതാക്കന്മാര് പിന്തുടർന്നിരുന്ന വഴി ഇതാണ്, അതുകൊണ്ട് ഞങ്ങളും ആ വഴിക്കാണ് പോകുന്നത് എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ചരിത്രപരമായ ഒരു മാറ്റം അനിവാര്യമായും ഉണ്ടാവുന്നത് പ്രവാചകന്മാരുടെ ദൗത്യ നിർവഹണത്തിന്റെ ഫലമായിട്ടാണ്. ചിലരൊക്കെ കണ്ണു തുറക്കുന്നവരായി തങ്ങൾ നടന്നു വരുന്ന വഴി യഥാർത്ഥത്തിൽ അബദ്ധത്തിന്റെ വഴിയാണ്, അത് തങ്ങളെ വിജയത്തിലേക്ക് എത്തിക്കുകയില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യമാർഗം സ്വീകരിക്കാൻ സന്നദ്ധരായ ആളുകൾ, പ്രവാചകന്മാരോട് ശരിയായ വിധത്തിൽ പ്രതികരിച്ച ആളുകൾ, അവര് ചരിത്രത്തിൽ ഒരു വ്യത്യസ്തതയുള്ള കൂട്ടരാണ്. അവര് മാത്രമാണ് സത്യത്തെ ഞങ്ങൾ മാറ്റുരച്ച് മനസ്സിലാക്കി ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാർഗം സ്വീകരിക്കുന്നവർ. ബാക്കിയുള്ളവര് അന്ധമായി അനുകരിക്കുന്ന, അന്ധമായി പൂർവികരെയോ അല്ലെങ്കിൽ തങ്ങളുടെ മുന്നേ നടന്ന ചിലരെയോ ഒക്കെ പിന്തുടരുന്നവരാണ്. അവരെല്ലായ്പ്പോഴും കുടുംബപരമായിട്ട് പൂർവികരാവണം എന്നില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ മക്കള്, കമ്മ്യൂണിസ്റ്റുകാരനായ ആള്, അവരുടെ പിതാവ് ചിലപ്പോ കാൾ മാർക്സിന്റെയും എംഗൽസിന്റെയും ഒക്കെ രചനകളൊക്കെ കുറച്ചൊക്കെ വായിച്ചിട്ടോ പരിചയപ്പെട്ടിട്ടോ ഒക്കെ ഉണ്ടാവും. പക്ഷെ കമ്മ്യൂണിസ്റ്റുകാരന്റെ മക്കള് അങ്ങനെയുള്ള പുസ്തകങ്ങളെ കുറിച്ച് കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. കാൾ മാർക്സും എംഗൽസും ഒക്കെ തന്നിട്ടുള്ള, ലോകത്തിന് സംഭാവന ചെയ്തിട്ടുള്ള ചിന്തകളെ യാതൊരു നിലക്കും പരിചയപ്പെട്ടിട്ട് പോലും ഉണ്ടാവില്ല ഈ കമ്മ്യൂണിസ്റ്റുകാരന്റെ മക്കള്. എന്നാൽ അവര് ആ വഴിയിൽ അങ്ങനെ പിന്തുടരുന്നുണ്ടാവും. ഞങ്ങൾ പൂർവികരിങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഞങ്ങൾ അത് തന്നെയാണ് പിന്തുടരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവര് പോവുകയാണ്. പക്ഷെ ഞങ്ങളുടെ പൂർവികര് പിന്തുടർന്നിരുന്ന വഴി ശരിയാണോ അല്ലേ എന്നത് യുക്തിപരമായി, ബുദ്ധിപരമായി പരിശോധിക്കാനുള്ള സന്നദ്ധത അവരും കാണിക്കുന്നില്ല. അവരും ഒരുതരം അന്ധതയിലാണ് പൂർവികരെ പിന്തുടർന്ന് പോകുന്നത്. ഇത് കമ്മ്യൂണിസ്റ്റുകാരുടെ മാത്രം കാര്യമൊന്നുമല്ല. മിക്കവാറും എല്ലാ രാഷ്ട്രീയ ദർശനങ്ങളുടെയും പിന്മുറക്കാരായിട്ട് വരുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അവര് കണ്ണു തുറന്ന് കാര്യങ്ങള് വിലയിരുത്തി മനസ്സിലാക്കി സത്യം എന്ത് എന്ന് തീർച്ചപ്പെടുത്തിയിട്ട് ഒരു സംഗതിയിലേക്ക് തിരിയുന്നുവെങ്കിൽ, ഒരു മാർഗം സ്വീകരിക്കുന്നുവെങ്കിൽ അവർക്ക് അവിടെ നിലകൊള്ളാൻ കഴിയില്ല. അവര് യഥാർത്ഥത്തിലുള്ള സത്യമാർഗത്തിലേക്ക് തന്നെ വന്നു ചേരും, അതിന് അവര് പ്രയത്നിക്കുകയാണെങ്കിൽ. പക്ഷെ ആ ഒരു തലത്തില് യാതൊരു പ്രയത്നവും ചെയ്യാൻ കൂട്ടാക്കാതെ ഇരിക്കുകയാണ് ഓരോ നാട്ടിലെയും ആളുകൾ, വിശേഷിച്ച് അവിടുത്തെ ധനവാന്മാരായ സുഖലോലുപരായ ആളുകൾ. എന്തുകൊണ്ടാണ് പ്രവാചകന്മാരോട് ഇടഞ്ഞു നിൽക്കുന്ന, പ്രവാചകന്മാരെ തള്ളിക്കളയുന്നതില് എല്ലാ നാടുകളിലെയും ധനവാന്മാരായ സമ്പന്നരും സുഖലോലുപരുമായ ആളുകൾ തന്നെ മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് എന്നത് നമുക്ക് തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർക്ക് അതില് കൃത്യമായ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. ഏത് സമൂഹത്തിലും അവിടെ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയുടെ, ആ സംവിധാനങ്ങളുടെ ഗുണഭോക്താക്കളായിട്ട് അതുകൊണ്ട് പരമാവധി നേട്ടമുണ്ടാക്കുന്ന, സാമ്പത്തികമായ ഫലം ഉണ്ടാക്കുന്ന ആളുകളായിരിക്കുമല്ലോ ആ നാട്ടിലെ സമ്പന്നര്. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ നമ്മൾ സമ്പന്നരായിട്ട് വലിയ സുഖലോലുപരൊക്കെ ആയിട്ട് നിലകൊള്ളുന്നുവെങ്കിൽ
അതിന്റെ അർത്ഥം നിലവിലുള്ള സംവിധാനങ്ങളിൽ ഒരുപാട് ഗുണം നേടുന്ന ആളുകളാണ് ഈ പറയപ്പെടുന്ന സുഖലോലുപരായ ആളുകൾ എന്നതാണ്. അതിന് അവർ ചില വഴികളൊക്കെ കണ്ടിട്ടുണ്ടാവും. എളുപ്പത്തിൽ ധനം ഉണ്ടാക്കാൻ കഴിയുന്ന, മറ്റുള്ളവരെ ചൂഷണം ചെയ്തുകൊണ്ട് പരമാവധി വാരിക്കൂട്ടാൻ കഴിയുന്ന വഴികളൊക്കെ കണ്ടുവെച്ച് അത് പ്രയോജനപ്പെടുത്തി അങ്ങനെ സുഖിച്ച് ജീവിച്ചു വരികയാണ് അവർ. അതിനിടക്കാണ് പ്രവാചകന്മാരുടെ ഈ ശല്യപ്പെടുത്തലായിട്ട് അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പൊ അവര് പ്രവാചകന്മാർക്ക് എതിരിൽ തിരിയാണ്. കാരണം എന്താ? ഒന്ന്, ഇപ്പൊ തന്നെ അവര് നല്ല സുഭിക്ഷമായ സുഖലോലുപതയുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉള്ള ആളുകളാണ്. പ്രവാചകന്മാരെ പിൻപറ്റിയാൽ ഇതിനൊക്കെ ആകെ ഇളക്കം വരും, ഇതൊക്കെ ആകെ തകിടം മറിയും. അവര് നേരത്തെ അനുഭവിച്ചിരുന്ന സുഖ സൗകര്യങ്ങളോ ജീവിതത്തിന്റെ കംഫേർട്സ് ഒന്നും തന്നെ പ്രവാചകന്മാര് ഉയർത്തിപ്പിടിക്കുന്ന ആ ദർശനത്തിനെ പിന്തുണക്കാൻ മുതിർന്നാല് കിട്ടിക്കൊള്ളണമെന്നില്ല, ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ അവർക്ക് ഈ സാമൂഹ്യ മാറ്റം ഉണ്ടാകുന്നത് എന്തുകൊണ്ടും നഷ്ടമുണ്ടാക്കും, അത് തിരിച്ചടിയാവും, അവരുടെ ജീവിത ആഡംബരങ്ങൾക്കും അതുപോലെ സുഖകരമായ അവസ്ഥകൾക്കും ഒക്കെ അത് വലിയ പ്രഹരമേൽപ്പിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് അതിന്റെ ലക്ഷണം കാണുമ്പോൾ തന്നെ ഈ മുത്രഫുകളായ ആളുകൾ പ്രവാചകന്മാർക്ക് എതിരിൽ തിരിയുന്നത്. ഇത് പ്രവാചകന്മാരുടെ മാത്രം അനുഭവമല്ല. സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടി രംഗത്ത് വന്ന, സമൂഹത്തിൽ വലിയ സൃഷ്ടിപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ച മുഴുവൻ ആളുകളും ഇതേ വിധത്തിൽ സമൂഹത്തിൽ നിന്ന് വരേണ്യവർഗത്തിന്റെ തിരിച്ചടി ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോ ജാതീയത നമ്മുടെ നാട്ടില് വളരെ രൂക്ഷമായി അനുഭവപ്പെട്ടിരുന്ന ഒരു സാമൂഹ്യ വിപത്തായിരുന്നല്ലോ. അതിനെതിരിൽ രംഗത്ത് വന്ന മുഴുവൻ ആളുകളും തന്നെ സമൂഹത്തിലെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളിൽ നിന്ന് കടുത്ത എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. കാരണം എന്താ? ആ ജാതിഘടനയിൽ സുഖവും സൗകര്യവും ഒക്കെ അനുഭവിച്ചിരുന്ന ചില സെക്ഷൻസ് ഉണ്ട്. ആ സെക്ഷൻസിനെ സംബന്ധിച്ചിടത്തോളം ഈ ജാതി സംവിധാനത്തിൽ മാറ്റം ഉണ്ടായാൽ, സാമൂഹ്യ പരിവർത്തനം ഉണ്ടായാൽ അവർക്ക് വലിയ അസൗകര്യങ്ങളായി മാറും. അത് അവർക്ക് വലിയ നഷ്ടം ഉണ്ടാക്കും. അത് ഇനി അതിനപ്പുറത്തേക്ക് അവരുടെ ശരിയായ തനിനിറം തുറന്നു കാണിക്കപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകും. ഇത് കാരണമായിട്ട് ഇത്തരം സാമൂഹ്യ തിന്മകൾക്കെതിരെ രംഗത്ത് വന്നവര് സമ്പന്ന വർഗത്തിൽ നിന്ന് വളരെ കടുത്ത എതിർപ്പ് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇതാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്ന കാര്യം. മുത്രഫുകള് അവർ പറയുകയുണ്ടായത്, ഞങ്ങളുടെ പൂർവികര് പിന്തുടരുന്നതായിട്ട് കണ്ട ഒരു ജീവിത സരണിയുണ്ട്, ഞങ്ങൾ അതില് യാതൊരു വീഴ്ചയും വരുത്താതെ അങ്ങനെ പിന്തുടരുകയാണ് എന്നാണ് അവർ പറയുകയുണ്ടായത്. എന്നാൽ പ്രവാചകന്മാര് അവരോട് തിരികെ ചോദിച്ച കാര്യം ഇതാണ്. കാല, അതൊരു പ്രവാചകൻ മാത്രം പറഞ്ഞ ഒരു രൂപത്തിലാണ് ഇവിടെ ഉള്ളത്. പക്ഷെ എല്ലാ പ്രവാചകന്മാരും ഇതേ കാര്യമാണ് അവരോട് തിരിച്ചു ചോദിക്കുകയുണ്ടായത്. കാല, പ്രവാചകൻ അവരോടായിട്ട് ചോദിച്ചു, അവലൗ ജിഅ്തുകും ബിഅഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅകും, നിങ്ങളുടെ പൂർവികര് കൊണ്ടു നടന്നിരുന്നതിനേക്കാൾ ഉത്തമമായ അല്ലെങ്കിൽ കൂടുതൽ സന്മാർഗദായകമായ ഒരു സംഗതിയാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ട് തന്നിട്ടുള്ളതെങ്കിൽ പോലും നിങ്ങൾ പൂർവികരുടെ വഴി തന്നെയാണോ പിന്തുടരുക എന്നതാണ് അവർ ചോദിച്ച കാര്യം. എന്ന് പറഞ്ഞാൽ പൂർവികരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ എത്രയോ മെച്ചപ്പെട്ട ഒരു ജീവിത സരണിയാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്നതാണ് വസ്തുത എങ്കിൽ പോലും നിങ്ങൾ പൂർവികരെ കണ്ണടച്ച് പിന്തുടരുന്ന ആ നടപടിയിൽ തന്നെ ആയിരിക്കുമോ ഉണ്ടാവുക? ഇതാണ് പ്രവാചകന്മാരൊക്കെയും ചോദിക്കുകയുണ്ടായത്. ഒരു പ്രവാചകൻ മാത്രമല്ല, എല്ലാ പ്രവാചകന്മാരും തങ്ങളുടെ സമൂഹങ്ങളിലെ മുത്തറഫുകൾ അവർക്കെതിരിൽ രംഗത്ത് വന്നപ്പോ അവരോട് ചോദിച്ചത്, നിങ്ങൾ പൂർവികരുടെ വഴി പിൻപറ്റുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്, ശരി, പക്ഷെ പൂർവികരുടെ വഴി അത്ര മുന്തിയതാണ് എന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? ഞാൻ ചൂണ്ടിക്കാണിക്കുന്ന വഴിയും നിങ്ങൾ പിന്തുടരുന്ന പൂർവികരുടെ വഴിയും തമ്മിലൊന്ന് താരതമ്യം ചെയ്ത് നോക്കൂ. അപ്പോ ഞാൻ കാണിക്കുന്ന വഴിയാണ് മെച്ചപ്പെട്ടത്, കൂടുതൽ സന്മാർഗദായകമായത് എന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ അന്നേരവും നിങ്ങളുടെ തീരുമാനം പൂർവികരുടെ വഴി പിന്തുടരാനായിരിക്കുമോ എന്നാണ് പ്രവാചകന്മാര് ചോദിച്ചത്. എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ബുദ്ധിയെ
അനുകരണത്തിന് പണയം വെച്ച കൂട്ടരാണ് അവരൊക്കെ ഇന്ന്. പൂർവികരെ പിന്തുടരുക എന്ന ഒരു ഷാഢ്യത്തില് ബുദ്ധിയെ പ്രയോജനപ്പെടുത്താതിരിക്കുന്ന മടയന്മാരായിരുന്നു ആ സമൂഹങ്ങൾ എന്നതാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അവലൗ ജിഅ്തുകും ബി അഹ്ദാ മിമ്മാ വജദ്തും അലൈഹി ആബാഅക്കും. നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ ഏതൊരു സംഗതിയിലാണോ കണ്ടത് അതിനേക്കാൾ മെച്ചപ്പെട്ട സന്മാർഗദായകമായതാണ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് എങ്കിൽ പോലും നിങ്ങൾ പൂർവികരെ തന്നെ പിൻപറ്റുമോ എന്നാണ് പ്രവാചകന്മാര് ചോദിച്ചത്. അപ്പൊ ഖാലു, നാട്ടുകാരുടെ മറുപടി ഇതാണ്: ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. നിങ്ങൾ ഏതൊരു സംഗതിയുമായിട്ടാണോ ഇപ്പോ നിയോഗിച്ചയക്കപ്പെട്ടിട്ടുള്ളത് ഞങ്ങൾ അതിനെ നിഷേധിച്ചിരിക്കുകയാണ്. അത് പിൻപറ്റാനോ അത് സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്താനോ ഒന്നും ഞങ്ങൾ ഒരുക്കമല്ല. ഞങ്ങൾക്ക് അതൊന്നും കേൾക്കുകയും കാണുകയും പോലും വേണ്ട. ഇതായിരുന്നു അവരുടെ പ്രതികരണം. നിങ്ങളിപ്പോ കൊണ്ടുവന്ന സംഗതി, നിങ്ങളെ ഏതൊരു സംഗതിയുമായിട്ടാണോ നിയോഗിച്ചയച്ചിട്ടുള്ളത് ആ ഒരു ജീവിത ദർശനം, അതിനെ ഞങ്ങള് അങ്ങ് തള്ളിക്കളയുകയാണ്. ഞങ്ങൾ അതിനെ കേൾക്കാനോ കാണാനോ പോലും സന്നദ്ധരല്ല. ഞങ്ങൾക്ക് അതൊന്നും അറിയുകയേ വേണ്ട. ഞങ്ങൾ അതിനെ നിഷേധിച്ച് തള്ളിയിരിക്കുന്നു, കളവാക്കിയിരിക്കുന്നു. ഇതാണ് അവര് പറയുകയുണ്ടായത്. ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. അത് വല്ലാത്ത ഒരു വളരെ നിഷ്കരുണമായ അല്ലെങ്കിൽ നിർദാക്ഷിണ്യമായ ഒരു പ്രതികരണമാണ്. പ്രവാചകന്മാർക്ക് ഒരു പരിഗണനയും നൽകാതെ അവർ ചെയ്യുന്ന സേവനങ്ങളെ യാതൊരു നിലക്കും മൂല്യവത്തായിട്ട് കാണാതെ വളരെ നിർദ്ദയമായിട്ടുള്ള ഒരു പ്രതികരണം ആളുകൾ അവർക്ക് നൽകുകയാണ്. ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ. നിങ്ങൾ ഏതൊന്നുമായിട്ടാണോ വന്നത് ഞങ്ങൾ അതിനെ നിഷേധിച്ചിരിക്കുന്നു എന്നാണ്, ഞങ്ങൾ അതിനെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, അതിനോട് താരതമ്യം ചെയ്യേണ്ട ഒരു കാര്യവും ഞങ്ങൾക്കില്ല എന്നൊക്കെയാണ് അവർ പറയുകയുണ്ടായത്. എന്നാൽ തുടർന്ന് എന്ത് സംഭവിക്കുന്നു? ഫന്തഖംനാ മിൻഹും. അങ്ങനെ സത്യത്തെ കേൾക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധത്തില് ഹൃദയങ്ങളെ കൊട്ടിയടച്ച ആളുകളുടെ കാര്യത്തിൽ അള്ളാഹു പറയുന്നത് ഫന്തഖംനാ മിൻഹും, അവർക്കെതിരിലുള്ള പ്രതികാര നടപടി നാം സ്വീകരിക്കുകയുണ്ടായി. ഫൻളുർ, അതുകൊണ്ട് നീ ഒന്ന് നോക്കിക്കാണ്. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. ഈ നിഷേധികൾ, പ്രവാചകന്മാരെ കളവാക്കി തള്ളിയ ആളുകൾ, പ്രവാചകന്മാരെ സ്വീകരിക്കാൻ കൂട്ടാക്കാതിരുന്ന മുകദ്ദിബുകൾ, അവരേറ്റുവാങ്ങിയ ആഖിബത്ത്, പരിണിതി എന്തായിരുന്നു എന്നത് നീ ഒന്ന് നോക്കിക്കാണും. ചരിത്രത്തിൽ ഒരുപാട് സമൂഹങ്ങളുടെ കാര്യങ്ങൾ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ പ്രവാചകന്മാരെ കളവാക്കിയവർ ഏറ്റുവാങ്ങിയ ആഖിബത്ത് എന്തായിരുന്നു എന്നത് നീ ഒന്ന് നോക്കിക്കാണും, നീ ഒന്ന് പരീക്ഷിച്ചറിയും. ഇതാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിർദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും അവർക്കെതിരിൽ നാം പ്രതികാര നടപടികൾ എടുക്കുകയുണ്ടായി. ഫന്തഖംനാ മിൻഹും, അവർക്കെതിരിൽ നാം പ്രതികാര നടപടി എടുത്തു. കാരണം എന്താ? അവരില് സത്യത്തിനോട് പ്രതിബദ്ധത കാണിക്കുന്ന നിലപാടിന്റെ ഒരു അംശം പോലും അവശേഷിക്കുന്നില്ല. കണ്ണു ചിമ്മി പ്രവാചകന്മാരുടെ സന്ദേശത്തെ തള്ളിക്കളയാനാണ് അവർ മുതിർന്നത്. അങ്ങനെ കണ്ണടച്ച് സത്യത്തെ നിഷേധിച്ചു കളഞ്ഞ ആളുകളെ വെച്ചിരിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അള്ളാഹു അവർക്കെതിരിലുള്ള നടപടികൾ സ്വീകരിച്ചു. അവർക്കെതിരിലുള്ള പ്രതികാര നടപടികളിലേക്ക് നീങ്ങി. അതിന്റെ അവശിഷ്ടങ്ങള്, ആസാറുകള്, അടയാളങ്ങള്, ചരിത്ര രേഖകള് ഇന്നും ലഭ്യമാണ്. അതുകൊണ്ട് ഫൻളുർ, പ്രവാചകരെ താങ്കളൊന്ന് നോക്കിക്കാണും. അത് യാത്ര ചെയ്തുകൊണ്ട് ചുറ്റുപാടും നിരീക്ഷിച്ചാൽ കുറെ കിട്ടും. ചരിത്ര രേഖകളിൽ നിന്ന് ആവശ്യമുള്ളതൊക്കെയും കിട്ടും. അതുകൊണ്ട് ഫൻളുർ, നീ ഒന്ന് നിരീക്ഷിച്ച് കാണ്. കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. മുകദ്ദിബുകൾ ഏറ്റുവാങ്ങിയ ആഖിബത്ത്, അവരുടെ ഈ പരിണതി, അന്തിമമായ അവരുടെ വിധി എന്തായിരുന്നു എന്നത് താങ്കളൊന്ന് നിരീക്ഷിച്ച് കണ്ട് മനസ്സിലാക്കൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹുവിടെ നിർദ്ദേശിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമല്ല, വിശുദ്ധ ഖുർആൻ പഠന വിധേയമാക്കുന്ന എല്ലാവർക്കും ഈ നിർദ്ദേശം ബാധകമാണ്.
ഇതിനാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക എന്ന് പറയുന്നത്. പിന്നിട്ട സമൂഹങ്ങള് സമാനമായ പല ഘട്ടങ്ങളിലൂടെയും കടന്നു പോയിട്ടുണ്ട്. അവരെങ്ങനെ പ്രതികരിച്ചു, തുടർന്ന് എന്ത് ആക്ഷേപത്തെ അവർക്ക് ഏറ്റുവാങ്ങാനായി എന്ന കാര്യം ഒന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കൂ എന്നാണ് ഇവിടെ നിർദ്ദേശിക്കപ്പെടുന്നത്. തുടർന്ന് ചില ചരിത്ര സംഭവങ്ങളിലേക്കാണ് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള സെഷനുകളിൽ അവ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.